ഞാനൊരു ചക്കരയ്ക്ക് പോണ്ടേ? എപ്പോഴാ പോണ്ടേ? ചക്കര എവിടെന്നാ പോണ്ടേ? നമുക്ക് എപ്പോ പോവാം? നമുക്ക് ചക്കരയായിട്ട് പോവാ. നമുക്ക് സൈക്കിളിൽ വിട്ടാൽ പോവാ. നമുക്ക് സൈക്കിളിൽ വിട്ടി പോവാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ വീട്ടിലാണ്, നമ്മുടെ വീട്ടിലാണ്, അംജുക്കാടെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാനും പീക്കൂസിൻ്റെയും ഫസ്റ്റ് വരവായിരുന്നു ഇങ്ങോട്ടേക്ക് ഉള്ളത്. നമ്മുടെ പീക്കൂസ് അങ്ങനെ അവളുടെ പപ്പായുടെ വീട്, അതായത് നമ്മളെ വീടൊക്കെ കണ്ട് ഫുൾ ഇവിടെ ആൾ ആക്റ്റീവായി. ആദ്യത്തെ വന്ന ദിവസം മാത്രം ഇച്ചിരി ആദ്യമായിട്ട് വീട്ടിൽ വന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇവിടെ ഞാൻ എത്തിയേക്കണേ എന്നുള്ളൊരിത്. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, പ്രത്യേകിച്ച് പപ്പ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഡാഡ. ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ്. പപ്പ മുന്നിൽ വന്നിരുന്നാൽ അവൾ ചിരി തുടങ്ങും, അങ്ങനെയാണുള്ളത് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവളായിട്ട് പള്ളിയിൽ പോകണം എന്നുണ്ടായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകണം, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അങ്ങനെ പപ്പ, മമ്മി, ഞാൻ, ഉമ്മ, അമ്മൂൻ്റെ ബേബിയുടെ പേര് ഇവാൻ എന്നാണ്. ഇവാനു, പീക്കൂസ് എല്ലാവരും കൂടി ഞങ്ങളിതേ പള്ളിക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാൻ റെഡിയായി. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളിതേ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ. പീക്കോസിന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് പോണ വഴിക്ക് ലഞ്ചൊന്ന് കഴിക്കണം. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ എത്തി. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്താന്ന് പറഞ്ഞിട്ട് പപ്പയും മമ്മിയും കൊടുന്നത്. എനിക്കിവിടെ അധികം സ്ഥലമൊന്നും അറിയില്ല, അത്ര നല്ല ഫുഡ് സ്പോട്ടൊന്നും. അപ്പോൾ പപ്പയും മമ്മിയും അഫ്സും ഒക്കെയാണ് മെയിൻ ഫുഡ് സ്പോട്ട് കൊണ്ടുവരുന്ന ആൾ. അമ്മും എന്നെ പോലെയാണ്. അമ്മു കൂടുതലും ചെന്നൈയായ കാരണം അവൾക്കും മാത്രം അറിയത്തില്ല. നമ്മുടെ പീക്കൂസിന് വിശന്നെന്ന് തോന്നുന്നു, പാല് കൊടുക്കട്ടെ ഞാൻ. അതല്ല കാര്യം, അവൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കണം. നമ്മളിവിടെ ഡെയിൻ കാസിലാട്ടോ വന്നത്. അവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഇവൾക്ക് വിശന്നത്. അവർ നമുക്കൊരു കുഞ്ഞു റൂം ആ സമയത്ത് അറേഞ്ച് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവരൊരു ചെറിയ റൂം നമുക്ക് അറേഞ്ച് ചെയ്തത്. ഒരു നല്ല ഒരു കുഞ്ഞു റൂം. പക്ഷെ ബെഡ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. സാധാരണ ഞാൻ എവിടെ ഇപ്പം മിക്ക റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും ഫീഡിങ് റൂമെന്ന് നമ്മൾ ഫീഡിങ് റൂം ചോദിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് തന്നെ സങ്കടം തോന്നും. അമ്മ ഒരു ഭയങ്കര കുഞ്ഞൊരു സഹിച്ച് ഇങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തിനോ വേണ്ടി അങ്ങനെ ഞാൻ പോയിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച് ചെയ്തേക്കുന്നത്. അവർ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇത് തരുന്നത് തന്നെ ഒരു വലിയ കാര്യമില്ല. അതെനിക്ക് എന്തോ ഒരു ഭയങ്കര വലിയ ഇതുപോലെ തോന്നി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഒരു ഫുഡാണ് നമ്മുടെ ബേബീസിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല സ്ഥലത്ത് ഇരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുള്ളൂ അല്ലേ. അപ്പോൾ അവർക്കും ബേബീസിനും അതുപോലെ ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊക്കെ ഒരു പ്ലേസ് വേണ്ടേ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുള്ളൊരു സംഭവം. ഇതെനിക്ക് എന്തായാലും ഭയങ്കര എനിക്ക് സന്തോഷമായി. എനിക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അങ്ങനെ നമ്മളുടെ ഓരോന്നും വന്നു തുടങ്ങി. ആദ്യം തന്നെ ചായ പറഞ്ഞു. നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയായിരുന്നു. അപ്പോൾ ചായ എല്ലാവർക്കും കുടിക്കുന്നതാണ്. ചായ മേടിച്ച് പീക്കൂസ് പാല് കുടിച്ചിട്ട് അവൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. എന്നാലും അവിടെ ക്രേഡിലുണ്ടായിരുന്നു. അപ്പോൾ അവളൊക്കെ ക്രേഡിൽ കിടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വീണ്ടും ആക്റ്റീവായി. പിന്നെ ഇതേ പപ്പ, മമ്മി, ഉമ്മ, അപ്പുറത്ത് അമ്മു ഉണ്ട്, ഇവാനും ഉണ്ട്, ഒക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പീക്കൂസിനെ ഞാൻ കയ്യിൽ പിടിക്കാറില്ല. കാരണം എനിക്ക് ടെൻഷനാണ്. കാരണം ഞാൻ പീക്കൂസിനെ പിടിക്കുമ്പോൾ ഫുൾ അവളെ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ്. ഇല്ല മമ്മി, ഇന്ന് ഡ്യൂട്ടി ഇല്ല. ഗുഡ് ഗേൾ അന്ന്. ഡാഡ ചോദിക്കണ ടാറ്റ പോവാന്ന്. പപ്പാസ് ടൈമാണ്. പപ്പാക്ക് ഇതിലും ഇഷ്ടമുള്ള സാധനം വേറെ ഇല്ല. ചിരിക്കണോ ചുക്ക? ഓ ചിരിക്കണോക്ക്.
3 കിലോ 100 രൂപ നാണ്ട 3 കിലോ 100 രൂപ നാരങ്ങ വാങ്ങട്ടെ 3 കിലോ വാങ്ങി പപ്പ ഷൈറ്റ് അടിച്ച് പെണ്ണിനെ നോക്കിട്ട് അല്ലോ ഓ ചമ്മു ചമ്മു ജമ്മു ജമ്മു കുട്ടാ. നമ്മൾ ആദ്യം വന്നത് അഞ്ചുതെങ്ങ് പള്ളിയിലാണ്. പീക്കൂസിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്കാട്ടോ നമ്മൾ വന്നേക്കുന്നത്, ഖബറിലോട്ട് വന്നേക്കുന്നത്. അതായത് അംജുക്കാട് പപ്പാടെ ഉപ്പാടി ഉമ്മാടിയും ഖബറിലോട്ട്. എനിക്ക് പീക്കൂസിനെ കൊടുന്ന് അവരുടെ ബ്ലെസ്സിങ്സും അത്യാവശ്യമാണല്ലോ, എനിക്ക് ദുആ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അതൊക്കെ കഴിഞ്ഞ് ദേ നമ്മുടെ 2 ബേബീസ് ഇവാനും പീക്കൂസും ദേ കിടന്നുറങ്ങും കേട്ടോ. ദേ നമ്മുടെ അയ്യോ രണ്ടുപേരെയും 2 തലകൾ ഇങ്ങനെ മുട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇനി അഞ്ചുതെങ്ങ് പള്ളിയിൽ നേരെ പോകുന്നത് നമ്മുടെ കടുവയിൽ പള്ളിയിലാണ്. ഇവിടെ എൻ്റെ പപ്പ ഒരു കൊല പഴവും പട്ട് അങ്ങനെയൊക്കെ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതേ നമ്മളെത്തി, പള്ളി എത്തി. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഞാൻ വന്നേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. അംജുക്കൊക്കെ കുറേ എപ്പോഴെപ്പോഴും വരുന്നത്. അംജുക്കാക്ക് എന്തെങ്കിലും ഒരു ചെറുതുണ്ടെങ്കിൽ അപ്പോൾ ഓടി വരുന്ന സ്ഥലമാണ് ഇതൊക്കെ. പള്ളിയിൽ പോയി തിരിച്ചെത്തി. പിന്നെ പീക്കൂസ് ഫുള്ള് മമ്മിയുടെ കയ്യിൽ തന്നെ ആയിരുന്നു. മമ്മി ഇതേ അവളെ ഉറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് ഒരാളുണ്ട് ടൈവൂസ്. അങ്ങനെ ഇതേ മമ്മി ഉറക്കി, അവളതേ സുഖമായിട്ട് നോക്കി ഉറക്കി. ഇതൊക്കെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ വരുന്ന വഴിക്ക് ഞങ്ങൾ പപ്പ വാങ്ങിയ സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ മമ്മി ഉറക്കി. ഇതേ ഇപ്പോൾ ഉമ്മ നമ്മൾ ഉറങ്ങിയ പീക്കൂസിനെ കിടത്തി റൂമിൽ കൊണ്ടുവന്ന് ഞങ്ങളിതേ ഇനി എല്ലാവരും കൂടി സുഖമായി ഉറങ്ങാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, പീക്കൂസ് ഒരു 8:30 കഴിഞ്ഞാൽ അവൾ ഉറങ്ങും. ജനിച്ച് അന്നോട്ടിട്ട് ഈ ദിവസം വരെ കറക്റ്റ് 8:30 അവൾ ഉറങ്ങും. പിന്നെ രാവിലെ പ്രതീക്ഷ മതി. ഇടയ്ക്കിടയ്ക്ക് പാൽ കൊടുക്കാൻ എഴുന്നേക്കുന്നല്ലാണ്ട് അവൾ പിന്നെ ഉണർവ് ശരിക്കും രാവിലെയാണ്. അപ്പം ഞാൻ ഇവളെ ഉറക്കിയതിന് ശേഷം പോയി കഴിക്കാൻ പോയി. നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും. ഇത് 2 തരം ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ആക്ച്വലി. ഇത് ഞാൻ അഫ്സുവിനോട് കൊതി പറഞ്ഞിട്ട് അവൻ 2 സ്ഥലത്ത് നിന്ന് മേടിച്ചു കൊടുക്കുന്ന ചിക്കൻ ഫ്രൈ, പിന്നെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മമ്മിയും പീക്കൂസും ഭയങ്കര കളിയും വളമൊക്കെ ഞാൻ നോക്കുമ്പോൾ കാണാൻ ആൾ വളമൊക്കെ പിടിച്ചിരിക്കണ്. ഇപ്പോൾ ആൾ ഓരോന്നും പിടിക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ മമ്മീനായിട്ട് ഇരുന്ന് കളിക്കുമോ അതേ നോക്ക്. ഇഷ്ടമായോ പീക്കൂസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ ഹലോ. റൈഡറാണോ? പീക്കൂസി റൈഡറാണോ? ഞാനൊരു ചക്കരയ്ക്ക് പോണ്ടേ? എപ്പോഴാ പോണ്ടേ? ചക്കര എവിടെന്നാ പോണ്ടേ? നമുക്ക് എപ്പോ പോവാം? നമുക്ക് ചക്കരയായിട്ട് പോവാ. നമുക്ക് സൈക്കിളിൽ വിട്ടാൻ പോവാ. എപ്പോ ടാറ്റ പോവാ? ടാറ്റ പോവാ. അപ്പോ ടക്ക് 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 ചക്കിടോ ടാറ്റ പോവാ. കുറെ കയറാൻ നോക്കുവാ. ടാറ്റു 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 നമുക്ക് ടാറ്റ പോവാ. എനിക്ക് കുറേ എടുക്കണം, വീഡിയോസ് എടുക്കാം. പക്ഷെ നമ്മൾ ആ മൊമെൻറ്റിലുള്ള കാരണം കുറേ എടുക്കാൻ പറ്റില്ല. ഇത് അവിടെ നിന്നൊക്കെ എനിക്ക് എടുത്ത് വെച്ച കുറച്ച് സാധനങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 5-6 days ഉണ്ടായിരുന്നു ആറ്റിങ്ങിൽ. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ടായിരുന്നു. അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല. ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി, കുറേ ഇത് കണ്ട്. പിന്നെ അവളുടെ പപ്പായുടെ ബർത്ത്ഡേ ഒക്കെ ഇതിൻ്റെ ഇടയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അംജുക്കാട് ബർത്ത്ഡേ ആയിരുന്നു, അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് സാധനങ്ങളാട്ടോ. കുട്ടിയെ കൂടുമ്പിട്ട് ചുണ്ടരിയാണോ? ചുണ്ടരി കുട്ടിയാണോ? ആണോ ചുണ്ടരി? ചുണ്ടു പപ്പ എങ്ങനെ പറഞ്ഞേ? കുഞ്ഞിപ്പെണ്ണേനല്ലേ? കുഞ്ഞിപ്പെണ്ണാണോ കുഞ്ഞിപ്പെണ്ണാണോ? ആലോചിച്ച് നോക്കിയേ. കുഞ്ഞിപ്പെണ്ണേ അല്ല, കലിപ്പെണ്ണേ.
ആ കല്ലിപ്പനാപ്പ ചുളി പൊക്കി കാണിക്കില്ല മമ്മീനെ, ചുളി പൊക്കി കാണിക്കില്ല മാമിനെ. ചുണ്ടരി ചുണ്ടരി ചുണ്ടരിയാണോ? അയ്യോ ചുണ്ടരി ചുണ്ടരി ചുണ്ടി 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 ചുണ്ടിപ്പണി 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 ഹലോ കമലുള്ള പരിപാടിയില്ല. ഞാൻ ഒന്ന് കമലട്ട് എന്നിട്ട് എനിക്ക് നീന്തി ഇവിടെ ഇങ്ങനെ വലിസാന്. ഇനി മാമി കാണുമ്പോ കമന്നിട്ടാവും കാണല്ലേ. അതെ നമുക്ക് ഇങ്ങനെ 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 എന്റെ ചുണ്ടരിയവന് മമ്മിയുടെ ചുണ്ടരിയവന് ചുണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ അത് പീക്കൂസ് അവളുടെ പപ്പാടെ വീട്ടിൽ ടാറ്റ പറഞ്ഞു പോവാം. പക്ഷെ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാട്ടോ പീക്കൂസ് ഞാൻ ഇറങ്ങിയത്.